സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ വസന്തകാലമാണൊരുത്സവം നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ രാമനെന്ന് പറഞ്ഞത് ഇനി സാക്ഷാൽ ശ്രീരാമൻ തന്നെയാണോ എന്ന് ചോദ്യം. അതെ, എന്താ? അതെ, ചിത്രകൂടത്തിലെ ശ്രീരാമനാണെന്ന് ഉത്തരം. എന്താ സാധനം പറയുന്നത് പെണ്ണേ? അത് രാമൻ തന്നെയാണെന്ന്. ആര്? ശ്രീരാമനോ? മാപ്പാക്കണം, അങ്ങനെ പറയുന്നു. അനാവശ്യം പറയുന്നു. അതോ കളിയാക്കി വിടാന്നാണോ? അല്ല, ഇത് എനിക്കറിയൂ. ഇനി എത്ര ചോദിച്ചാലും ഇത് മാത്രമേ എനിക്കറിയൂ. അതിന് മറ്റൊന്നും അറിയില്ല. ഉറപ്പിച്ചു പറയുകയാണോ? അതെ, ഇത് എനിക്കറിയൂ. അതെ, ഇത് ശുദ്ധ പോഷകാണ് കേട്ടോ, വിശ്വസിക്കണ്ട. വിശ്വസിച്ചിട്ടില്ല. എന്നാലും മറ്റൊന്നും പറയാനില്ല എന്ന് വെച്ചാൽ അടുത്ത പടിയിലേക്ക് നീങ്ങുക തന്നെ. ജലപാനാവാം, മറ്റൊന്നും കൊടുക്കണ്ട പെണ്ണേ. ഇത്ര അഹങ്കാരം ഉണ്ടോന്നൊരു സംശയം. വരിക.
അതെ, ജലപാനവും ആവശ്യമില്ലായിരുന്നു. തൊണ്ട വിരളുമ്പോ സത്യം അങ്ങോട്ട് പുറത്തു വരുമല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടേ. ആ, തീരുമാനം എന്താണെന്ന് വെച്ചാലും അങ്ങോട്ട് പറയുക. ഭേദ്യം വേണമെച്ചാൽ ആവാം. കാര്യമില്ല. അതുകൊണ്ട് നേട്ടം ഉണ്ടാവണ്ടേ? ഉണ്ടാവും. നല്ല അടി കിട്ടിയാ പറയിച്ചാ അതങ്ങോട്ട് ചെയ്യാ. ശ്രീധരൻ എന്താ പറഞ്ഞു വരണത്? താത്രിയെ വിചാരണ ചെയ്ത കാലമൊന്നുമല്ല ഇത്. നമ്പൂരിയെ വഴിക്കിട്ട് കീഴ്ജാതിക്കാരൻ തല്ലും തടം വരെ എത്തി ഈ വ്യവസ്ഥിതി. ഇത്തരം വിചാരണയ്ക്കും വിശ്വാസങ്ങൾക്കും എതിരാണ് സർക്കാരും നിയമങ്ങളും. നിയമത്തെ നോക്കി സ്മൃതികളൊക്കെ അങ്ങോട്ട് മറക്കാൻ പറ്റുമോ? ആഠ്യത്തുള്ള ഇല്ലങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് സ്മാർത്ഥ വ്യാരം. ഉണ്ടാവാം. പക്ഷേ സാധനത്തിന് സർക്കാരിന്റെ പിൻബലമുണ്ട്. അത് മറക്കാതിരിക്കുക. കോടതിയും പോലീസും കാര്യങ്ങൾ ഏറ്റെടുത്താൽ കുറ്റക്കാര് നമ്മളാവും. അതെ, സഭയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്റ്റേ ഓർഡർ വാങ്ങേണ്ട ഗതികേടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാന്നാ? മന കളങ്കപ്പെടുത്തിയിട്ട് പെണ്ണിനെ ഇവിടെ തന്നെ വാഴിക്കാൻ പറയോ എല്ലാരും ചേർന്ന്? അത് നടപ്പില്ല. ദോഷം വന്ന പെണ്ണിവിടെ തൊട്ട് തിണ്ടിയ പിതൃക്കള് പൊറുക്കില്ല. മരിക്കാച്ചാലും മോക്ഷം കിട്ടണമെന്നുണ്ട്. ഇവിടെ പൊറപ്പിക്കാന്ന് പറയണില്ല. ആചാരപ്രകാരം വിചാരണ അങ്ങോട്ട് നടത്തിയെന്ന് വിചാരിക്കുക. പേരല്ലാതെ മറ്റൊന്നും അറിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിലങ്ങോട്ട് തീർപ്പ് കൽപ്പിക്കാം. എന്താ? അത് മതി. അത് മതിയോ? എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ട് തീരുമാനിക്ക. എന്തായാലും അത് അനുസരിപ്പിക്കാം. എന്നാ വിധിക്കാം. നാളെ പുലർന്ന് 8 നാഴിക കഴിഞ്ഞാൽ യഥാവിധി ആചാരകർമാദികൾക്ക് ശേഷം കൊടുക്കാനുള്ള അന്നവസ്ത്രാദികൾ ഭാണ്ഡമാക്കി കൊടുത്ത് സാധനത്തിനെ പടപ്പുര കടത്തിവിട്ട് ഭ്രഷ്ട് കൽപ്പിച്ച് ഇരിക്കപ്പിണ്ടം വെച്ച് പുറത്താക്കുക. ഒരു സംഘ എന്താ? കർമ്മം പടിയടച്ച് പിണ്ടം വയ്ക്കലാവുമ്പോ വിധിപ്രകാരം വേണ്ടേ ചെയ്യാൻ? വേണമല്ലോ. എന്റെ ഓർമ്മ ശരിയാണെങ്കില് തമിഴ്നാട്ടിൽ നിന്ന് വന്ന സർമ്മമാരുടെ പാരമ്പര്യമുണ്ട് ഈ ചൂരക്കാട്ട് വനയ്ക്ക്, ഇല്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ, അങ്ങനെ വെച്ചാ തല മുണ്ടനം ചെയ്തിട്ട് വേണ്ടേ പടിക്ക് പുറത്താക്കാൻ? ആവാം. തലമുണ്ടനം ചെയ്തു തന്നെ ആവട്ടെ പടിയിറക്കൽ. സുരകനെ വരുത്തിക്കോളൂ ശ്രീധര. അച്ഛമ്മ വേണ്ടെന്ന് പറ അച്ഛമ്മ. ഇത്രയ്ക്ക് വലിയ ദ്രോഹം ചെയ്യണ്ടെന്ന് പറ അച്ഛമ്മ. കർമ്മദോഷം അനുഭവിച്ചു തന്നെ തീരണം. അത് ഈശ്വരവിധി. ഈശ്വര, കുട്ടി എങ്ങനെ ദോഷാക്കിയവൻ നശിച്ചു പോവുകയുള്ളൂ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. ഞാൻ നശിച്ചു പോകുന്നോ? ഇതാരാ വേണിയോട് പറഞ്ഞത്? ഏട്ടത്തി പറഞ്ഞു, കല്യാണം കഴിക്കാതെ നടന്നാൽ ഒരു വഴക്കാളിയായിട്ട് നശിച്ചു പോയേനെ രഘുവേട്ടൻ. അത് ശരി. അപ്പൊ എന്നെ നന്നാക്കലാണ് ഇനി മുതൽ വേണിയുടെ ഡ്യൂട്ടി അല്ലേ? ഏയ്, അങ്ങനെ ഒരാൾക്ക് മറ്റൊരാളെ നന്നാക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വയം തോന്നണ്ടേ രഘുവേട്ട? വേണി പറഞ്ഞു വരുന്നത് കേട്ട തോന്നും മഹാ കൊള്ളരുതാത്തവനാണ് ഞാനെന്ന്. ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞതല്ലാട്ടോ ഞാൻ. ഏട്ടത്തി പറഞ്ഞു,
ഇത്തിരി ദേഷ്യം കൂടുതലാണെങ്കിലും ആള് പാവമാണെന്ന്. ആ പറഞ്ഞതെന്റെ ഏട്ടത്തിയുടെ നല്ല മനസ്സ്. സത്യം പറഞ്ഞ ഒരു ചെറിയ കുഴപ്പക്കാരനാ ഞാന്. മാസത്തിൽ ഒരു 2 ദിവസം മദ്യപിക്കും. അത് വിദേശിയും ബിവറേജൊന്നുമല്ല, നല്ല നാടൻ വാറ്റ്. പിന്നെ പുകവലിയില്ല. അതെന്തോ ഇതുവരെ താല്പര്യം തോന്നിയിട്ടില്ല. കുടിക്കുന്ന ദിവസം 4 കൂട്ടി വിശാലായിട്ടൊന്ന് മുറുക്കും. അതൊരു സുഖ. പിന്നെയോ? പിന്നെന്താ? പിന്നെയൊന്നുമില്ല. ഉണ്ട്. ഇത്തിരി കുടിക്കുന്നതോ ഒന്ന് മുറുക്കുന്നതൊന്നും ഒരു വലിയ തെറ്റായിട്ടൊന്നും ഞാൻ വിചാരിക്കില്ല. ഭർത്താവിനെ രൂപക്കൂട് പണിത് പ്രതിഷ്ഠിക്കാനൊന്നും ഉദ്ദേശമില്ല എനിക്ക്. ഒറ്റ കാര്യത്തിലെ നിർബന്ധം പിടിക്കൂ ഞാൻ. അതെനിക്ക് വാക്ക് തരണം. എന്താ അത്? എന്റെ ജീവിതത്തിൽ അച്ഛനേക്കാൾ ലോകത്തെന്തിനേക്കാൾ എനിക്ക് വലുത് എനിക്കിപ്പോ രഘുവേട്ടനാ. രഘുവേട്ടന്റെ മനസ്സിലും ഞാൻ മാത്രമേ ഉണ്ടാകാവൂ. അറിയാതെ പോലും മറ്റൊരു പെണ്ണിന് സ്ഥാനം ഉണ്ടാവരുത് നമുക്കിടയില്. നിനക്ക് വിശ്വസിക്കാന്നെ, ഇനി എന്റെ ജീവിതത്തില് നീ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയുള്ള ജീവിതം എന്ന് പറയുമ്പോ മുൻപ് ആരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന പോലെയാണല്ലോ. അയ്യോ, ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ട് എടുത്തോ? ഒരു തമാശ പറഞ്ഞു നോക്കിയതാ. എനിക്ക് വിശ്വാസ രഘുവേട്ടനെ. ഇനി മുതൽ ഞാൻ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാർക്കൊപ്പം വിശ്വസിക്കുകയാണ് രഘുവേട്ടനെ. ഇത് കുടിച്ചോളൂ. ഇത്തിരി കാപ്പിയാ, ഒന്നും കഴിക്കാത്തല്ലേ. വേണ്ട. ജലപാനാവാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? പരവശുണ്ടാവാതിരിക്കട്ടെ. ആ, കുടിക്കുമോളെ. ആ, കുടിക്കുമോളെ. എന്തിനാ ഇങ്ങോട്ട് പോന്നേ? ആരെങ്കിലും കണ്ടാ? കാണട്ടെ. എന്നാലും കുട്ടിയെ ഒന്നുകൂടി കാണാൻ വന്നതാ ഞാൻ. ഇനി കാണാൻ പറ്റിയില്ലെങ്കിൽ ചേച്ചി ക്ഷമിക്കണം എന്നോട്. ഈ രാമൻ മോളെ ചതിക്കായിരുന്നു അല്ലേ? അല്ല, അങ്ങനെ ചതിക്കുന്ന ആളല്ല രാമൻ. കണ്ടു കിട്ടിയ ഒരു വിഷമം ഉണ്ടാവില്ല എനിക്ക്. അതുവരെ എവിടെയാ താമസിക്കുക? പഠിപ്പുര കടത്തിവിട്ട പിന്നെ ഇടമുണ്ടോ തങ്ങാൻ? ഇല്ല, ഇവിടുന്ന് പോവാൻ കൂട്ടാക്കില്ല ഞാൻ. തലമുണ്ടനം ചെയ്യാനൊന്നും സമ്മതിക്കില്ല. സമ്മതിക്കും. ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം ശ്രീധര. ഭേദ്യാവല്ലേ? ഇറങ്ങാൻ മടി കാണിച്ച തല്ലിയാലും ഇറക്കും ഞാൻ. അതുപോലെ സ്പർശനം നിഷിദ്ധ. എന്നാലും ഗതികെട്ടാലാവാം. പുണ്യാഹം ചെയ്ത് ശുദ്ധിയാക്കാം. ശുരകൻ എത്തിയിട്ടുണ്ട്. കായബലം ഉള്ളവനാണോ? മുണ്ടനം ചെയ്യാൻ സാധനം വിസമ്മതിച്ചു എന്നുവച്ചാൽ പിടിച്ചു നിർത്തേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ മാസ്റ്ററെ, 15-ാം തീയതിക്ക് എന്നെ ഉറപ്പിക്കാൻ അവരെ തീരുമാനമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ.
കുറിയടിക്കണം, ക്ഷണിക്കണം, സദ്യയുടെ കാര്യങ്ങൾ ആ കൂടെ ഞാനൊന്ന് വലയും. അതിനൊന്നും മാസ്റ്റർ ഇത്ര ബുദ്ധിമുട്ടണ്ട. എന്ത് കാര്യത്തിന് ഞാൻ കൂടുണ്ടാവും. ഈ കൊച്ചിന് ഇതെന്ത് പറ്റി? നിശ്ചയമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ അതിന്റെ ഒരു സന്തോഷമൊക്കെ വേണ്ടേ? അവളുടെ മനസ്സ് മുഴുവൻ ആ പെങ്കൊച്ചിന്റെ അടുത്താ. അതിന്റെ ഇല്ലത്തുനിന്ന് ചോദ്യം ചെയ്യലും വിചാരണയൊക്കെ നടക്കുക. ഞാനിവിടെ സന്തോഷിക്കുമ്പോ എന്റെ ലച്ചു അവിടെ കരയായിരിക്കും. അതോർക്കുമ്പോഴെനിക്ക് പ്രയാസം. നമ്മൾ ഇവിടെ നിന്ന് പ്രയാസപ്പെട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല, എനിക്കെന്തായാലും നാളെ അവളുടെ ഇല്ലത്ത് പോണം. പടിയടിച്ച് പുറത്താക്കാനാ തീരുമാനമെങ്കിൽ അവൾ ഒറ്റയ്ക്കായി പോവരുത്. നാളെ അച്ഛന് ബാങ്കിലൊന്ന് പോണല്ലോ മോളെ. അത് കഴിഞ്ഞിട്ട് പോയ പോരെ? അച്ഛൻ വരണമെന്നില്ല. ഞാൻ നമ്മുടെ ചന്ദ്രേട്ടന്റെ വണ്ടി വിളിച്ചു പോയിക്കൊള്ളാം. പടിയടച്ച് പെണ്ണും വയ്ക്കാൻ തന്നെ അവരുദ്ദേശിച്ചെന്ന ലച്ചു പറയുന്നത്. അതറിയാൻ വല്ല മാർഗമുണ്ടോ സാർ? സമാധാനമായിട്ടിരിക്കും. ഞാൻ അവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് ഒന്ന് അന്വേഷിപ്പിക്കാം. സത്യത്തില് സച്ചു, ഞാനിപ്പോഴാ കൃഷ്ണവേണിയെ പ്രണയിച്ചു തുടങ്ങിയത്. ഒരു പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ടിട്ട് പിന്നെ വിവാഹം വരെ ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പുണ്ടല്ലോ, ഫാന്റാസ്റ്റിക്. അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അനുഭവിക്കണം, അനുഭവിച്ചറിയണം. പ്രണയത്തിന്റെ ഫീലിങ്സ് ഒന്നും ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണ്ട. ഞാനും കുറെ പ്രേമിച്ചിട്ടുള്ളതാ. അത് നീ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുലക്ഷ്മിക്ക് ഐ ലവ് യു എന്ന് എഴുതി കൊടുത്തല്ലേ? അത് കള, അതല്ല പ്രേമം. സച്ചു, ഹൃദയം ഹൃദയത്തെ തൊടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മർമറിംഗ് ഉണ്ട്. നമുക്കറിയാം, സംസാരിക്കാതെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷ. ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ ഒരു പ്രായത്തിനിടയ്ക്ക് ഇപ്പോഴാണ് ഈ ഒരു പെങ്കൊച്ചിനെ അടുത്ത് കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. അല്ല, എന്റെ മനസ്സിലേക്ക് പേടിപ്പെടുത്തുന്ന കാട്ടിൽ നിന്നും നീരൊഴുക്കിന്റെ ശുദ്ധിയോടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. എനിക്ക് ക്യാച്ച് ചെയ്തില്ല. ആരെക്കുറിച്ചാണ് നീ പറയുന്നത്? അറിയില്ല, പക്ഷെ ഒരു ദിവസം കൊണ്ട് 1000 ജന്മങ്ങളുടെ പ്രണയം അനുഭവിച്ചറിഞ്ഞു ഞാന്. മനസ്സിലായി. നീ ഏതോ സെറ്റപ്പിൽ ചെന്ന് വീണു. കാശെത്ര പോയി? ഛേ, നീ വൃത്തിയോട് പറയാതെ. അത്തരം ബന്ധങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. ഇത് സീതയെപ്പോലൊരു പെണ്ണ്, ലക്ഷ്മിയെപ്പോലെ ഐശ്വര്യമുള്ള പെണ്ണ്. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. അങ്ങോട്ട് വെടിപ്പാറ്റ് മെഴുക. പിന്റെ സാധനം അസലായിരിക്കണം. എനിക്ക് നിശ്ചയുണ്ട്. ഉണ്ടെന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാ. ഓരോന്നിനും ഓരോ ശാസ്ത്രം ഉണ്ടോ. ഇരിക്ക പിണ്ടൊക്കെ നടക്കുക വെച്ചാല് അത് അപൂർവമായിട്ടുള്ള കാഴ്ചയാ. ഇനിയിപ്പോ ഒരു വേള ഈ ജന്മത്തിൽ കാണാൻ പറ്റിയതും വരില്ല. ഒക്കെ അടുപ്പിക്ക. സമയം കൊണ്ട് അടക്കുതോറും ഉള്ളിലൊരു കിളിയെടുപ്പേ. അടുപ്പിക്കങ്ങട്ട്. കർമ്മം ചെയ്യാൻ മൂത്തകിടത്ത് ശങ്കരളയത് തന്നെയാണ് വന്നേക്കുന്നത്. കുലം വച്ചായാലും പാരമ്പര്യം വെച്ച് നോക്കിയാച്ചാലും കർമ്മങ്ങൾക്ക് ശ്രേഷ്ഠന്മാരാണ് മൂത്തകിടത്ത്. മൊത്തത്തിലൊന്ന് കൊഴുക്കുമല്ലേ? സംശയം വേണ്ട, ചടങ്ങ് ചടങ്ങായിട്ട് തന്നെ അങ്ങോട്ട് നടക്കും. മെഴുക്ക് കഴിയുന്നു. ഒരിടത്തല്ല 3 അറിയാം. വിധിപ്രകാരം എല്ലാം അങ്ങോട്ട് നോക്കണുണ്ട്. ആ, പൂജയ്ക്കിരിക്കാൻ ആവണപ്പലകരനല്ലേ വേണ്ടത്? അല്ല, ബലികർമ്മത്തിന് വെറും പീഠമേ ഉപയോഗിക്കൂന്നറിയില്ലേ ഓതിക്കോന്? ആട്ടെ, ചുരകൻ എത്തിയിട്ടില്ലേ? ഓ, എത്തിയിട്ടുണ്ട്. എന്നാൽ സാധനത്തെ തയ്യാറാക്കി നിർത്താൻ പറഞ്ഞോളൂ ശ്രീധരനോട്. ആ ആ
സാർ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഈയൊരവസ്ഥയില് സാറിന് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയൂ. ഞാൻ എന്ത് വേണമെന്നാ മോള് പറയുന്നത്? സാറിനൊന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞൂടെ? വിളിച്ചു പറഞ്ഞാൽ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരാതിയെങ്കിലും കിട്ടാതെ പോലീസിന് ഇടപെടാൻ പറ്റൂ? ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണ്. റോഡിലോടുന്ന വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്ന പരാതി കിട്ടിയിട്ടാണോ? പോക്കറ്റടിക്കാരനെ പിടിക്കുന്നത് മുതല് തല്ലോ വഴക്കുണ്ടാവുന്നിടത്ത് വരെ പോലീസ് ഇടപെടുന്നത് പരാതി കിട്ടിയിട്ടൊന്നല്ലോ. പോക്കറ്റടിയും പിടിച്ചു പറയും പോലാണോ ഇത്? ഇത്തരം സമുദായ പ്രശ്നങ്ങളിൽ പോലീസിന് പെട്ടെന്ന് കയറി ഇടപെടാൻ പറ്റില്ല. ഇത് സമുദായ പ്രശ്നമൊന്നുമല്ല അച്യുതൻ സാറേ. സ്മാർത്ഥ വിചാരവും പടിയടച്ചിറക്കി വിടലുമൊക്കെ പഴയ കാലത്ത് ആചാരങ്ങളാ. അതൊക്കെ ഇപ്പൊ നടത്തിയ ക്രിമിനൽ കുറ്റം തന്നെയാ. പോലീസിന് ഇടപെടാം. നിയമത്തിന്റെ വഴിക്ക് അതൊക്കെ ബുദ്ധിമുട്ടാ മോളെ. ഇതിനൊക്കെ എതിരായിട്ട് സുപ്രീം കോടതി വരെ ഹർജികൾ പോയതാ. അതിനൊക്കെ സ്റ്റേ ഓർഡർ വാങ്ങിച്ചു ഇവിടുത്തെ നമ്പൂതിരിമാര്. പുറത്തറിയുന്നില്ലെന്നേ ഉള്ളൂ, പാലക്കാടുള്ള ഇല്ലങ്ങളിലും അഗ്രഹാരങ്ങളിലും ഇപ്പോഴും നടക്കുന്നുണ്ട് ഇത്തരം അനാചാരങ്ങൾ. സാറിന് വൈകി വേണ്ട. എന്തായാലും പടിയടച്ചിറക്കി വിടുന്നതിന് മുൻപ് എനിക്കെന്നെ ലച്ചുവിന്റെ അടുത്ത് ചെന്നേ പറ്റൂ. എന്തായാലും മോളിരിക്കെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവിടുത്തെ സ്റ്റേഷനിലേക്ക്.